ആക്ച്വലി നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇലക്ട്രിക് ഡൈപോളിന്റെ റേഡിയേഷനെ കുറിച്ച് എടുക്കുന്ന ഇപ്പം മൂന്നാമത്തെ ക്ലാസ് അല്ല രണ്ടാമത്തെ ക്ലാസ്. ഇപ്പം നമ്മുടെ ലക്ഷ്യം ഇതായിരുന്നു, ഒരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടെങ്കിൽ അത് എത്രമാത്രം പവർ റേഡിയേറ്റ് ചെയ്യുന്നു, അതായത് ദ ആവറേജ് വാല്യൂ ഓഫ് പവർ കണ്ടുപിടിക്കണം. ആവറേജ് വാല്യൂ ഓഫ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പോയിന്റിംഗ് വെക്ടർ കണ്ടുപിടിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് പോയിന്റിംഗ് വെക്ടർ എസ് വേണം. പോയിന്റിംഗ് വെക്ടർ എസ് എന്ന് പറയുന്നത് 1/μ0 ഓഫ് ഇ ക്രോസ് പി ആണ്. അപ്പം അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇയും ബിയും വേണം. ഇയും ബി എന്നും പറയുന്നത് സ്കെയിലാർ പൊട്ടൻഷ്യലിൻ്റെയും വെക്ടർ പൊട്ടൻഷ്യലിൻ്റെയും ടേമിൽ ഇ എന്ന് പറയുന്നത് -del-v -∂A/∂t ആൻഡ് ബി ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ്. അപ്പം ഇത്രയും സ്റ്റെപ്പുകൾ ഇനി അങ്ങ് ചെയ്തു പോകണം. നമ്മൾ ഇപ്പോൾ സ്കെയിലാർ പൊട്ടൻഷ്യലും വെക്ടർ പൊട്ടൻഷ്യലും കണ്ടുപിടിച്ച് നിർത്തിയേക്കുമായിരുന്നു അല്ലേ? ഇക്വേഷൻ നമ്പർ 11 and 12 അവിടം വരെ എല്ലാവരും അർത്ഥന. സോ now substitute the value of E and B. Substitute E and B. Sorry, E and B. V and A potential. I substitute V and A in the following equations. അതായത് നമ്മളുടെ ഇയും ബിയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ ദ ഫോളോവിങ് ഇക്വേഷൻസ് ഇ ഇസ് ഈക്വൽ ടു -del-v -∂A/∂t. നമ്മൾ എന്നാ ചെയ്യണം? d/dx ഓഫ് നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന വിയുടെ ഇക്വേഷൻ. വിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 10. ഇക്വേഷൻ നമ്പർ 10ന്റെ del-v എഴുതിയിട്ട് ഇക്വേഷൻ നമ്പർ 12ന്റെ എയുടെ ഇക്വേഷന്റെ ∂A/∂t ചെയ്യണം. സോ അത് ചെയ്യണ്ട, അതിൻ്റെ ഇക്വേഷൻ ഞാൻ തരാം. സോ ഇ ഈസ് ഈക്വൽ ടു -μ0 p0, ഡൈപോൾ മൊമെന്റ് ആണ് p0, അതൊന്നും പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു, ω² ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു sin θ ഡിവൈഡഡ് ബൈ r ഇൻറ്റു cos ഓഫ് ഒമേഗ ഓഫ് t - r/c ടൈം റിട്ടാർഡേഷൻ ഇൻറ്റു തീറ്റ ഡോട്ട്. ഇവിടെയാണ് ഇനി എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാറ്. സിമിലർ വേ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ബി. ബി ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഒരെണ്ണം പഠിച്ചാൽ മറ്റേ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. -μ0 p0 ω² ഡിവൈഡഡ് ബൈ 4πc ആവും ഇൻറ്റു sin θ ബൈ r ഇൻറ്റു cos ഓഫ് ഒമേഗ ഓഫ് t - r/c ഇൻറ്റു ഫൈ. ഇവിടെയാണ് രണ്ട് ടേം, ഒന്ന് ഇൻ ടേംസ് ഓഫ് ആറും തീറ്റയും, ഒന്ന് ഇൻ ടേംസ് ഓഫ് ഫൈവാണ്. അപ്പൊ ഇത് പറയണമെങ്കിൽ ബിക്കോസ് ഇനി നമ്മൾ എസ് ചെയ്യുമ്പം ഇ ക്രോസ് ബി ആവും, അപ്പൊ തീറ്റ ക്രോസ് ഫൈ ആവും. അപ്പോൾ തീറ്റ ഫൈ സൈൻ തീറ്റ ആണ്. അപ്പൊ അത് പറയാൻ അങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന നമ്മളുടെ ഡൈപോളിനെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിന്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യും. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. തീറ്റ ഫൈ ആൻഡ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു XYZ ആക്സിസ്,
നേരത്തെ പഠിച്ചിട്ടുള്ളതായിരിക്കും. എന്നാൽ ഞാനൊരു ഇനിഷ്യലി കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഇതിപ്പം 3 ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ദിസ് ഈസ് ഫോർ എക്സ്, ദിസ് ഈസ് ഫോർ വൈ, ദിസ് ഈസ് ഫോർ ഇസഡ്. നൗ കൺസിഡർ എ സ്പിയർ വിത്ത് സെന്റർ ആസ് ദിസ് ഒറിജിൻ. ഇത് സെന്റർ ആയിട്ട് ഒരു സ്പിയർ എന്ന് പറയുമ്പോൾ ഓർക്കണം 3 ഡയമെൻഷണൽ വ്യൂ ആണ് ഞാനിവിടെ എടുത്തത്. അതിന് നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. ഒരു സ്പിയർ ആണ്. ഇനി അതിന്റെ റേഡിയസ് വെക്ടർ ആണ്, അല്ലെ അതിന്റെ റേഡിയസിന്റെ വാല്യൂ ആണ് r എന്നിരിക്കട്ടെ. ഓക്കെ, ഇവിടെ ഇസഡ് ആക്സിസുമായിട്ട് r എന്ന് പറയുന്ന ഒരു ആംഗിള് ഈ r ഉണ്ടാക്കുന്നു. ഈ റേഡിയസ് വെക്ടർ r, ഇത് തീറ്റ. അപ്പൊ നമുക്ക് ഒരു തീറ്റയായി 6y. ഇനി ഫൈ എന്നാന്ന് പറഞ്ഞാൽ എന്നാണ്? ഫൈ ഈസ് ദ പ്രൊജക്ഷൻ. ഇതിന്റെ മുകളിൽ നിന്ന് ഒരു ലൈൻ അടുപ്പിക്കുന്ന പോലെയോ ഒരു വെട്ടം അടുപ്പിക്കുന്ന പോലെയോ മറ്റോ ഇതേന്ന് ഈ XY പ്ലെയിനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഈ പ്ലെയിൻ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഈ പ്ലെയിനിൽ ഈ പോയിന്റ് തന്നെ വന്ന് മുട്ടും. അപ്പം വി ക്യാൻ ഡ്രോ എ പ്രൊജക്ഷൻ ഫ്രം ദ ഒറിജിൻ ഓർ പെർപെൻഡിക്കുലർ. ഇവിടുന്ന് ഈ പ്ലെയിനിലൂടെ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കും. അപ്പോൾ അത് ഈ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കോണം, ഇവിടെ രണ്ടെണ്ണം, ഒന്ന് തീറ്റ അല്ലെങ്കിൽ രണ്ടും തീറ്റയോ രണ്ടും ഫൈയും അല്ല. വൺ ഈസ് തീറ്റ. തീറ്റ ഈസ് ദ റേഡിയൽ വെക്ടർ. റേഡിയൽ വെക്ടർ ഇസഡ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിള്. അപ്പൊ തീറ്റയ്ക്ക് ഇവിടം മുതൽ ഇവിടം വരെ വേരി ചെയ്യാം. അതായത് തീറ്റ വേരീസ് ഫ്രം സീറോ ടു പൈ അല്ലേ? ഇവിടം മുതൽ ഇവിടം വരെ എന്ന് പറയുമ്പോൾ മൈനസ് ഇസഡ് വരെയും വരും, പ്ലസ് ഇസഡ് ടു മൈനസ് ഇസഡ് വരെ. അപ്പൊ എത്ര ഡിഗ്രി പറ്റും? 180 ഡിഗ്രി പറ്റും. ദാറ്റ് മീൻസ് തീറ്റ ക്യാൻ ബി വേരിഡ് ഫ്രം 0 to π. ഇത് കേട്ടോ, ഇത് ഇങ്ങനെ ഇരിക്കുന്ന 6 ഇവിടെ നിന്ന് മുതൽ തുടങ്ങാം, ഇങ്ങനെ ആയിരിക്കും. ഇനി നോക്കിയേ, ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഈ പ്ലെയിൻ. ഇത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ പ്രൊജക്ഷൻ വരച്ചാൽ നേരെ ഇപ്പുറം വരും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വശത്ത് വരും. അപ്പം ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കുമ്പം ഫൈയുടെ വാല്യൂ ക്യാൻ ബി വേരീസ്, ഫൈ വാല്യൂസ് ക്യാൻ ബി വേരീസ് ഫ്രം 0 to 2π. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് നോക്കിയാൽ മതി, ഇതിന് എവിടെയും വരെയും പോകാം. XY പ്ലെയിൻ. XY പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇത് XY പ്ലെയിൻ, ഇത് XY പ്ലെയിൻ, ഇത് XY പ്ലെയിൻ, ഇത് XY പ്ലെയിൻ. 4 ക്വാഡ്രന്റ് വരും. സോ 5 വാല്യൂസ് ക്യാൻ ബി വേരിഡ് ഫ്രം 0 to 2π. ഫൈനൽ സ്റ്റെപ്പിൽ ഇന്റഗ്രേഷൻ പറയുമ്പോൾ ഞാൻ പറയും തീറ്റ ഈസ് വേരീസ് ഫ്രം 0 to π ആൻഡ് ഫൈ ഈസ് വേരീസ് ഫ്രം 0 to 2π. അപ്പൊ നമ്മൾ ഇതാണ് നമ്മളുടെ ഒരു ഡൈപോൾ എന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഈ ആറിന്റെ സ്ഥാനത്തോട്ടാണ് ഡൈപോൾ ഇരിക്കുന്നത്. ഡൈപോള് ഈ ഇസഡ് ആക്സിസുമായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇങ്ങനെയായിരിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത് പോന്നിരിക്കുന്നത് ഇത് മൈനസ് ഇസഡ് പ്ലസ് ഇസഡ് എന്ന് കിടക്കുകയെന്നാണ്. നമ്മൾ പറയുന്നത് ഒരു തീറ്റ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇയും ബിയുടെയും ഇക്വേഷൻ ആണ് മൈനസ് μ0 p0 ω² 4π sin θ r into cos ωt. ടിക്ക് പകരം t minus r/c റിട്ടാർഡേഷൻ ടൈം into θ dot. This θ varies from 0 to π and this phi varies from 0 to 2π. അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇയുടെയും ബിയുടെയും ഇക്വേഷൻ ആയി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് പോയിന്റിംഗ് വെക്ടർ എസ് കണ്ടുപിടിക്കാം. സോ
we can find out the value of S is equal to 1 by mu 0 into E cross. അതായത് 1 by mu 0 into ഇതിന്റെയും ക്രോസ് പ്രൊഡക്റ്റ് ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് ഐ ജെ കെ ഇതിന്റെ വാല്യൂ കമ്പൗണ്ട് ആക്കണം, ഒത്തിരി സ്റ്റെപ്പ് ഉണ്ട്. So we obtain the answer is finally like this, that is equal to mu 0 by c into p0 omega square. എളുപ്പമായി എഴുതാം, രണ്ട് എഴുതി നോക്കുമ്പോൾ പഠിക്കാൻ എളുപ്പമായി. കോൺസ്റ്റന്റുകളെല്ലാം അകത്തും പുറത്തുമായിട്ട് എഴുതിയേ ഉള്ളൂ. 4 pi into sin theta by r into cos of omega t minus r by c whole square. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പം 90 ആകുന്ന കേസിൽ അത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. സോ ഹോൾ സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ. കണ്ടോ? അപ്പൊ ഇതേതിലാണ് നമ്മൾ എഴുതിയത്? യൂണിറ്റ് വെക്ടർ ആർ. ദാറ്റ് മീൻസ് ശ്രദ്ധിച്ചോണം, ഇവിടുത്തെ ഡയറക്ഷൻ ഓഫ് എസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇ ക്രോസ് ബി അല്ലെ? ഇ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. സോ ദ ഡയറക്ഷൻ ഓഫ് എസ് ഈക്വൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഇ ക്രോസ് ബി. ഇ ഏതാ? തീറ്റ. ബി ഏതാ? ഫൈ. ദാറ്റ് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് തീറ്റ ക്രോസ് ഫൈ. ഓക്കെ, then that is the direction of r, radial vector direction. നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് എടുത്തപ്പം ആറിന്റെ ഡയറക്ഷനിൽ വേണം എസ് കിട്ടാൻ. അതായത് എസ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ഈ തീറ്റ ആൻഡ് ഫൈ. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലെ തീറ്റയ്ക്കും ഫൈക്കും പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷനിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? എസ് എന്ന് പറയുന്ന പോയിന്റിംഗ് വെക്ടറിന്റെ വാല്യൂ കിട്ടുന്നത്. ഇത്രയും കാര്യം ഞാനിപ്പോൾ ആദ്യം പറഞ്ഞു. ഇനി നോക്കിക്കേ, ഇതിൽ മാക്സിമം വാല്യൂ കിട്ടുന്ന എവിടെയായിരിക്കും? എസിന്റെ വാല്യൂ മാക്സിമം കിട്ടുന്ന എപ്പോഴായിരിക്കും? എസ് ഈക്വൽ ടു തീറ്റ ക്രോസ് ഫൈ. ദാറ്റ് മീൻസ് എ ക്രോസ് ബി തീറ്റ ഫൈ സൈൻ തീറ്റ. ദാറ്റ് മീൻസ് സൈൻ 90 ആകുന്ന കേസിലായിരിക്കും മാക്സിമം എസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്നാ പറഞ്ഞ പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുമ്പം എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ ദ ആവറേജ് ഇന്റൻസിറ്റി എന്ന് പറയാം. ദ ആവറേജ് ഇന്റൻസിറ്റി obtained at theta is equal to 90 degree എന്ന് പറഞ്ഞാല് നമ്മൾ മുമ്പേ പറഞ്ഞ നമ്മുടെ ഡൈപോൾ ഇങ്ങനെ നിൽക്കുവാണ്. ഡൈപോളിൽ രണ്ട് ചാർജുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ക്യൂ പ്ലസ്, ഇവിടെ ക്യൂ മൈനസ്, ഇതിന്റെ ദൂരം ബി. അങ്ങനെയെങ്കിൽ സൈൻ 0 ആകുമ്പോൾ ഇവിടെ 0. ദാറ്റ് മീൻസ് ഈ ആക്സിയൽ ലൈൻ, ഇതിനെ നമുക്ക് ആക്സിയൽ ലൈൻ എന്ന് വിളിക്കും. ആ ഡൈപോളിന്റെ സെയിം ലൈനിൽ ഇങ്ങനെ കിടക്കുന്നു. ഇതും ആക്സിയൽ ലൈൻ. ഇവിടെ രണ്ടിടത്തും എസിന്റെ വാല്യൂ 0 ആയിരിക്കും. അതിനാണ് ഈ രണ്ട് കേസിലും തീറ്റ എത്രയാണ്? 0 ആണ്. അപ്പം തീറ്റ ക്രോസ് 5 വരുമ്പം സൈൻ 0 വരും. സൈൻ 0 ആയതുകൊണ്ട് ദ റേഡിയേറ്റഡ് എനർജി അറ്റ് ദ ആക്സിയൽ പോയിന്റ് ഈക്വൽ ടു 0. The radiated S അല്ല, intensity at the axial point of the dipole, axial point equal to 0. ഇനി എവിടെയായിരിക്കും മാക്സിമം ആകുന്നത്? The radiated energy is maximum at
തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് ഇതിന് പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷൻ, അതായത് ഇതാ ഈ ഡയറക്ഷൻ കണ്ടോ, ഈ ഡയറക്ഷനിൽ മാക്സിമം ആയി, പക്ഷെ ഇങ്ങ് വരുമ്പം കുറഞ്ഞു വരും. അതായത് ഇവിടെ സൈൻ 90 ആണല്ലോ, പക്ഷെ നടുക്കോട്ട് വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം 0 ആവും, ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം 0 ആവും, ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം 0 ആവും, ഇവിടുന്ന് ഇങ്ങ് വരുമ്പം 0 ആവും. സോ വി ഒബ്റ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദ ഇത് ഇന്റൻസിറ്റി ആസ് ദ ഷേപ്പ് ഓഫ് എ ഡോനറ്റ്. ഡോനറ്റ് കഴിച്ചിട്ടുണ്ടോ? ഡോനറ്റ് ഈ ഒരു ഷേപ്പ് മനസ്സിലായില്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മളുടെ ഡൈപോളിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇതിന്റെ നടുക്കോടെ കയറി മുകളിലോട്ട് നിൽക്കണം ഡൈപോൾ. വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഇതിന്റെ നടുക്കോടെ തുളഞ്ഞ് ഇങ്ങനെ ഡൈപോൾ നിൽക്കുമ്പം ഈ പോയിന്റിലും 0 ആയിരിക്കും. അതിന് പെർപെൻഡിക്കുലർ ആയ ഈ പോയിന്റ് മാക്സിമം ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ മാക്സിമം ബൾജിങ് കിട്ടും. ഇങ്ങനെ പോകുമ്പം തീറ്റ 0 ആകുമ്പോൾ ഇങ്ങോട്ട് 0 ആകും, ഇതിലെ വരുമ്പം 0 ആകും, ഇതിലെ വരുമ്പം 0 ആകും, ഇതിലെ വരുമ്പം 0. So the intensity or the average intensity is maximum at the equatorial point and the minimum or 0 at the axial point or the same direction of the dipole. So it has the shape of a donut. അതുകൊണ്ട് നമ്മൾ ഈ ഇന്റൻസിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഡോണറ്റ് ഷേപ്പ്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തന്ന പടം. അത് വരച്ചോ ബുക്കിലോട്ട്. നമ്മൾ മുമ്പേ കണ്ട അതേ ഷേപ്പ് അല്ലേ? കാണാലോ, സെയിം ഷേപ്പ് ഈസ് ഒബ്റ്റൈൻ. ഇതാണ് നമ്മൾ പറയുന്നത് ഡോണറ്റ് ഷേപ്പ്. ആക്ച്വലി ദിസ് ഈസ് വെരി സിമിലർ ടു അവർ ഡയഗ്രാം. കണ്ടോ, ഈ മാക്സിമം വരുന്ന വാല്യൂകളിലാണ് നമ്മൾ ഈ പറയുന്ന ലൈൻ്റെ സ്പേസിങ് കൂടുതൽ. 3D വ്യൂ ആട്ടോ. ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓർ പാറ്റേൺ ഓഫ് എ ഹെർമീഷ്യൻ ഡൈപോൾ. ഹെർമീഷ്യൻ മീൻസ് ഹെർമീഷ്യൻ സ്പേസ് ആണ് വരച്ചിരിക്കുന്നത്, അത്രേ ഉള്ളൂ. ദ ബ്ലൂ ആരോ റെപ്രസെന്റ് ദ ആക്സിസ് ഓഫ് ദ ആന്റിന. അതിതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ നമ്മൾ അതല്ല പറയണത്. ഇവിടെ നമ്മുടെ ഡൈപോളിന്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ ഈ ഡയറക്ഷനിൽ ഇവിടെയും 0 ആണ്, ഈ ഡയറക്ഷനിലായിരിക്കും മാക്സിമം. സോ വി ഒബ്റ്റെയിൻ ലൈക്ക് ദിസ് എ ഡോണറ്റ് ഷേപ്പ്. ഇത് ഫിഗർ, ഈ ഷേപ്പ് എക്സാമിന് പേപ്പറെ വരച്ചിരിക്കണം. ഇവിടെ Q+ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരച്ചതനുസരിച്ച് ഇത് ഏത് ആക്സിലാണ് കിടക്കുന്നത്? ഇതെന്ന് പറയണത് ഓക്കെ, വെരി ഗുഡ്. ഇതെന്ന് പറയണത് -Z2 + Z ആക്സിസ് ആയിരിക്കും. സോ ഇവിടെ നമുക്ക് -Z2 + Z ആക്സിസിൽ ഇത് നമ്മുടെ ടോട്ടൽ വാല്യൂ, ഇത്രയും വാല്യൂ D ആണെങ്കിൽ ഡിയുടെ കൃത്യം സെൻറ്റർ വരുന്നത് ഇതാ ഇവിടെ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് 90 ഡിഗ്രി വരുന്ന ഇവിടെ. There we obtain the maximum value of dipole radiation. And here ഇതിനകം നമ്മൾ മുമ്പേ കാണിച്ച പോലെ പൊള്ളയായിട്ടിരിക്കുകയാണ്. Here the average value of S equal to 0, here also and here also S equal to 0, and here the value of S equal to maximum. ക്ലിയർ ആയോ? ഷേപ്പ് പറഞ്ഞ് മനസ്സിലായോ? ഇവിടെ നമുക്ക് ഈ വാല്യൂവിൽ മാക്സിമം എസ് കിട്ടും, ഇവിടെ മാക്സിമം എസ് കിട്ടും, ഇവിടെ രണ്ട് കേസിലും 0 ആകും. അപ്പൊ നമ്മളിങ്ങനെ റൗണ്ട്സ് ലൈൻസ് വരയ്ക്കുക, ഇവിടെ ഇങ്ങനെ അകന്നകന്ന് വരയ്ക്കുക, നടുക്കോട്ട് വരുമ്പോൾ അവരെ ചെറുതാക്കി വരയ്ക്കുക. പിന്നെ ഇങ്ങനെ ക്രോസോടെ വരയ്ക്കുമ്പോഴത്തേന് നടുക്കോട്ട് 0 ആണെന്ന് അറിയുന്ന രീതിയിൽ വരച്ച് സെൻട്രൽ ഒരു സ്പേസ് ഇട്ടേക്കണം. എളുപ്പമാണ് വരയ്ക്കാൻ. ഇതിൽ ഡിജിറ്റൽ ബോർഡ് ആയതുകൊണ്ട് ഇത് ഇച്ചിരി പാടാണ്. ഏകദേശം ഇതിന്റെ കൃത്യം നടുക്കോട്ട് തന്നെ ഇതിരിക്കണം. അപ്പൊ നമ്മൾ അവസാനം എഴുതി എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ദിസ് വാല്യൂ ഈസ് ഒബ്റ്റൈൻ ആൻഡ് ദാറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 15. ഇനി
ബൈ ടേക്കിംഗ് ദ ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ എടുക്കുമ്പം ഈ ടേം കോസ് ഒമേഗ ടിയുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? എഴുതിക്കേ. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/c ഇൻറ്റു P0 omega square by 4 pi into sin theta by r into സ്ക്വയർ ചെയ്യണം അല്ലേ? സോറി, ഇവിടെ ഒരു ഹോൾ സ്ക്വയർ കിടപ്പില്ലായിരുന്നോ? അപ്പൊ ഇതെങ്ങനെയാകും? P0 സ്ക്വയർ ഒമേഗ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 16 പൈ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ μ0/c പുറത്ത്. ഓക്കെ, ഇനി കോസ് സ്ക്വയർ ഓഫ് ഒമേഗ ടിയുടെ ആവറേജ് വാല്യൂ ആണ് 1/2. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ. So it is obtained like this: μ0 P0 square omega raised to 4 divided by 16 pi square c square. കിട്ടുന്നുണ്ടോ? (16 pi square c square into sin squared theta by r square into 1/2 into unit vector r. ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ഗ്രിഫിത്തിന്റെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 444, സോറി 448 ഗ്രിഫിത്തിന്റെ ടെക്സ്റ്റിൽ. സോ ദ പോയിന്റിംഗ് വെക്ടറിന്റെ ആവറേജ് വാല്യൂ എസ് ഈസ് ഈക്വൽ ടു μ0/c. അപ്പൊ നമ്മളുടെ ശരി തന്നെയാണ്. ശരിയല്ലേ? ഞാൻ എഴുതിയതിനകത്ത് സി സ്ക്വയർ ആയിപ്പോയി. അപ്പം സീന്നേ ഉള്ളൂ, സി സ്ക്വയർ എന്നുള്ളത് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പം നമ്മളിവിടെ ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെയാണ് കിട്ടുന്നത്. ഒരു μ0 സ്ക്വയർ ഒരെണ്ണം വെട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലൊരു μ0/c ഇൻറ്റു പിന്നെ P0 സ്ക്വയർ ഒമേഗ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 32 പൈ സ്ക്വയർ സി നമ്മൾ പുറത്തിട്ടു ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ. ഇതാണ് ടെക്സ്റ്റിലെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ തന്നെ കിട്ടുന്നില്ലേ? ദാറ്റ് മീൻസ് μ0 P0 സ്ക്വയർ ഒമേഗ റേസ് ടു 4 ബൈ 32 പൈ സ്ക്വയർ സി ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ. μ0 സെയിം ആണ്. P0 സ്ക്വയർ ഒമേഗ റേസ് ടു 4 സൈൻ സ്ക്വയർ തീറ്റ ആർ സി 32 പൈ സ്ക്വയർ ആർ സ്ക്വയർ. ശരിയല്ലേ അർത്ഥന? നമ്മൾ എഴുതിയപ്പോൾ ഒരു ആർ സ്ക്വയറിനായി പോയതാ. കറക്റ്റ് ആയില്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഗുണിച്ചു കഴിഞ്ഞപ്പോഴത്തേന്, അല്ല ഗുണിച്ചല്ല, എഴുതിയപ്പോൾ ഒരു സി സ്ക്വയർ എന്നങ്ങ് എഴുതി. പക്ഷേ ഈയുടെ ടേമില് 1/4 മാത്രമേ ഡിനോമിനേറ്റർ ഉള്ളൂ. ഇക്വേഷൻ നമ്പർ 13 അല്ലേ? ഇക്വേഷൻ നമ്പർ 14 ഡിനോമിനേറ്ററിൽ 4πc വന്നെ. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഒരു സി എ ഉള്ളൂ. സോ ദ ഫൈനൽ ഇക്വേഷൻ ഫോർ എസ് ഈക്വൽ ടു ഓർ ആവറേജ് വാല്യൂ ഓഫ് എസ്, അത് എടുത്താലേ കോസ് സ്ക്വയർ തീറ്റ 1/2 ആക്കാൻ പറ്റൂല്ലോ. അപ്പൊ ഇങ്ങനെ ഇടണം: ആവറേജ് വാല്യൂ ഓഫ് എസ് ഈക്വൽ ടു μ0 P0 സ്ക്വയർ ഒമേഗ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 32 പൈ സ്ക്വയർ സി ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ. ദാറ്റ് ഈസ് എ വാല്യൂ ഓഫ് ആവറേജ് വാല്യൂ ഓഫ് എസ്. പോയിന്റിംഗ് വെക്ടർ കണ്ടുപിടിച്ചു. ഇനി പവർ കണ്ടുപിടിക്കാം. പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സ്മോൾ പോർഷൻ ഡി എ എടുത്തിട്ട് മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കണം. Now we obtain the value of S
like this. S equal to mu 0 p square omega raised to 4 divided by 16. 60 രണ്ടും കൂടെ ഗുണിച്ച് ഇപ്പൊ കിട്ടിയ ആൻസർ തന്നെ എഴുതാം. 32 pi square c into sin square theta by r square into unit vector. Now the power or the average power in edukam. Average power is equal to closed integral average value of s into dx. S into എന്ന് നമുക്ക് ആക്ച്വലി പറയാൻ പറ്റില്ല, എസ് ഡോട്ട് ഡി എ, ബിക്കോസ് നമ്മളിവിടെ പറഞ്ഞു പവർ ഈസ് ഓൺലി ഇൻ ദ 90 ഡിഗ്രി ഓർ പെർപെൻഡിക്കുലർ സൈഡ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് എ ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ എസ് ഡി എ cos theta. ഇനി ഇപ്പൊ ഈ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ ഡി എയുടെ വാല്യൂ നമുക്കറിയാം. ഈ ഡി എയുടെ വാല്യൂ എങ്ങനെയാകും? അതായത് ഈക്വേഷൻ കളഞ്ഞേര്, നമ്മൾ മുമ്പേ വരച്ച സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റില് ആറിന്റെയും തീറ്റായുടെയും ഫൈയുടെയും ടൈമിൽ ഡി എയുടെ വാല്യൂ ഇതാണ്. ആർ സ്ക്വയർ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാം, ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. അറിയാവോ ഈ ഇക്വേഷൻ? ഇനി ഒരു ചെറിയ ഏരിയ എലമെന്റ് നമ്മൾ മുമ്പേ കൺസിഡർ ചെയ്ത ആ സ്പിയറിൽ എവിടെയെങ്കിലും ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഡി ഐക്ക് പകരം എന്നാ കൊടുക്കാം? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ കോസിലോട്ട് പോകേണ്ട ആവശ്യം നമുക്ക് വരില്ല. ദാറ്റ് മീൻസ് പവർ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ എസ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, mu 0 p 0 സ്ക്വയർ p 0 ഉണ്ടായിരുന്നു ഒമേഗ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 32 പൈ സ്ക്വയർ സി ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി എയുടെ വാല്യൂ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. എന്നാ ചെയ്യാൻ പറ്റും? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. പിന്നെ നോക്കിയേ, സൈൻ സ്ക്വയർഡ് തീറ്റയും ഒരു സൈൻ തീറ്റ ഉണ്ട്, അവിടെ ചേരുമ്പോൾ സൈൻ ക്യൂബ് തീറ്റ. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ mu 0 p 0 സ്ക്വയർ ഒമേഗ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 32 പൈ സ്ക്വയർ സി ഇൻറ്റു സൈൻ്റെ തീറ്റ ടൈം എഴുതിയേക്കാം, സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റ ഇൻറ്റു ഡി ഫൈ. ശരിയല്ലേ വിഷ്ണു? അതെ സർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡി തീറ്റാനെയും ഡി ഫൈയുടെയും വാല്യൂ ഞാൻ മുമ്പേ എത്രയാ പറഞ്ഞ? തീറ്റ വേരീസ് ഫ്രം തീറ്റ എവിടെ മേലെ എവിടം വരെയാ? 0 to 180. 0 to പൈ അല്ലേ? ഇന്റഗ്രേഷനകത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റും. പൈ 0 to 2 പൈ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റുകളെല്ലാം പുറത്തിട്ട് കഴിഞ്ഞാൽ mu 0 p 0 സ്ക്വയർ ഒമേഗ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 32 പൈ സ്ക്വയർ സി ഇൻറ്റു ഇന്റഗ്രൽ 0 ടു പൈ സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു 2 പൈ ഡി ഫൈ. അപ്പൊ നോക്കിയേ, ഇത് ആദ്യം ചെയ്യണം. ഏത്? 0 ടു 2 പൈ സൈൻ ക്യൂബ് തീറ്റ, ഇത് 0 ടു 2 പൈ ഡി ഫൈ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം
d phi integral d phi value phi from 0 to 2 pi. That's equal 2 pi minus 0 2 pi എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ടാമത്തെ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ 2 pi എന്ന് കിട്ടും. ഇനി ആദ്യത്തെ ഇൻ്റഗ്രേഷൻ 0 to pi സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റ അത് ചെയ്യണം. അപ്പം ഇന്റഗ്രൽ 0 to pi സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റ ഇന്റഗ്രേഷൻ ചെയ്യാവോ? ക്ലൂ ഞാൻ തരാം. ഒറ്റ മാർഗേ ഉള്ളൂ. ഇന്റഗ്രൽ 0 to 2 pi ഉണ്ടായിരുന്നു. അല്ല 0 to pi ആണല്ലോ. ഇന്റഗ്രൽ 0 to pi സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സൈൻ ക്യൂബ് തീറ്റാൻ എന്നാ ചെയ്യണം? സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്നാക്കണം. സ്റ്റെപ്പ് നോക്കിക്കോണേ. ഇൻറ്റു ഡി തീറ്റ. ഇനി ഇന്റഗ്രൽ 0 to pi സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഡി തീറ്റ. ബിക്കോസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. ഇനി എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ യു ഈക്വൽ ടു കോസ് തീറ്റ എന്ന് എടുക്കണം. അപ്പൊ യു സ്ക്വയർ എന്ന് പകരം കോസ് സ്ക്വയറിന് പകരം യു സ്ക്വയർ എന്നാക്കാം. ഇവിടെ ടു യു ഈക്വൽ ടു അല്ല 2uന്റെ ആവശ്യമില്ല. ഇതിന്റെ തന്നെ ഡി യു അങ്ങ് എടുത്താൽ മതി. നമുക്ക് നേരിട്ട് ചെയ്യാം. ഡി യു ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഡി എക്സ്. അപ്പം ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ സൈൻ തീറ്റ. ഡി തീറ്റ. അപ്പൊ ഡി തീറ്റയ്ക്ക് പകരം എന്നാ വരും? മൈനസ് ഡി യു ബൈ സൈൻ തീറ്റ വരും. അപ്പം ആ സൈൻ തീറ്റ ഇവിടുത്തെ സൈൻ തീറ്റയും വെട്ടിപ്പോകും. മൈനസ് ഡി യു ബൈ സൈൻ തീറ്റ വരും. ഇനി അപ്പൊ എങ്ങനെയാകും? ഇന്റഗ്രൽ 0 to pi 1 മൈനസ് യു സ്ക്വയർ ഇൻറ്റു ഡി യു എന്നാവും. സോ ദിറ്റ്സ് ആൻസർ ഈസ് ഈക്വൽ ടു ചെയ്തു വരുമ്പം 2/3 മൈനസ് 2/3 that is equal to 4/3 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ നോട്ട് ചെയ്തോണം. ഇതിന്റെ വാല്യൂ 4/3, ഇതിന്റെ വാല്യൂ 2 pi. അത് രണ്ടും കൂടെയും ഈ പവറിലോട്ട് ഇട്ട് കൊടുക്കുക. സോ you obtain the answer like this. That means the average power emitted by an electric dipole equal to mu 0 P0 square omega raised to 4 divided by 32 pi square c into 4/3 into 2 pi. 4 2 8 8 4 32. ആ 8 ഇതോടെ വെട്ടിക്കളഞ്ഞാൽ 4 4 3 എത്ര? 4 3 12. ഡിനോമിനേറ്റർ 1/12. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരെണ്ണം എഴുതിയേക്കാം. പോയിന്റ് വെക്ടർ പി ഈക്വൽ ടു ഇവിടെ ഒരു പൈയും പൈ സ്ക്വയറും ഉണ്ട്. അല്ലെ, അതിനെ ക്യാൻസൽ ചെയ്തേക്കാം. ഡിനോമിനേറ്ററിൽ ഒരു പൈയും സിയും 12. ഓക്കെ. പി ഈസ് ഈക്വൽ ടു mu 0 P0 square omega raised to 4 divided by 12 pi into c. This is the last and final equation for the energy or power of radiation that is emitted from an electric dipole is equal to mu 0 into
ആ ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് സ്ക്വയർ ഇൻറ്റു നമ്മൾ പറഞ്ഞു അത് അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ അതിന് റേഡിയേഷൻ തരാൻ പറ്റില്ല, അതിനൊരു വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേഷന്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ റേസ് ടു 4 divided by 12 pi into c. സോ ഇലക്ട്രിക് ഡൈപോൾ എന്നുള്ള എസ് ഇവിടം വരെ ആകുമ്പോൾ തീരും.